ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ്. ഞമ്മക്ക് സുഖം തന്നെ. പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കുറേ ദിവസമായി നമ്മൾ വന്നിട്ടില്ല. ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഇനിയാൾ. അപ്പോൾ അതാ ഇന്ന് ചോവന് കൂട്ടാൻ നമ്മൾ എഗ്ഗ് ബുർജി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് 2 വലിയ സവാള ചെറുങ്ങനെ എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കട്ടോ. നല്ലോണം വരണ്ട, കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുങ്ങനെ എരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇതിങ്ങനെ വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ, ഒരു 5-6 ദിവസമായിട്ടുണ്ടാവും, അതിലധികമായിട്ടുണ്ടാവും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സാഹചര്യം ഇല്ലേനി കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഈ വെളുത്തുള്ളി ഇല്ല, ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് നല്ല പെരുംജീരകം പിടിച്ചത്, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. ഇത് പിന്നെ നല്ലോണം ഇട്ട് ചോന്ന് നിൽക്കൊന്നും വേണ്ട, ഒന്ന് ഉള്ളൊന്ന് വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിതാ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കരിവേപ്പില ഇടുമ്പം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ചധികം കരിവേപ്പില ഇല്ലോലൊക്കെ കുറച്ചധികം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മുട്ടയ്ക്കും ഉള്ള ഉപ്പ് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 മുട്ട ഉടച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ മുട്ടൊക്കെ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ മുട്ട അടിച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും, അതേപോലെ പത്തിരി, ചപ്പാത്തി, പുട്ടിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തിന്നാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് കേട്ടോ മക്കളെ. നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടിട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചിക്കി പരത്തുക. ഇതിന് മുട്ട ചിക്കിയതെന്നും പേര് പറയൂലേ, മുട്ട ചിക്കിയതും എഗ്ഗ് ബുർജി എന്നൊക്കെ പേരുണ്ട് ഇതിന്. അങ്ങനെ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ.